പ്രവാസ ലോകത്തെ വാർത്തകൾ. വിദേശ നിക്ഷേപകരെ ആകർഷിക്കാൻ വിസ റെസിഡൻസ് നിയമം പരിഷ്കരിച്ച് ഒമാൻ. അർഹരായ പ്രവാസികൾക്ക് പ്രാദേശിക സ്പോൺസറുടെ സഹായമില്ലാതെ തന്നെ ഇനി മുതൽ വിസയും താമസ പെർമിറ്റും ലഭിക്കും. ഒമാനിൽ നിക്ഷേപക വിസയിലുള്ളവർക്കും വിദേശ സ്വത്തുടമകൾക്കും വിസ നിയമങ്ങളിൽ വൻ ഇളവുകൾ പ്രഖ്യാപിച്ചു. പുതിയ ഭേദഗതി പ്രകാരം യോഗ്യരായ അപേക്ഷകർക്ക് പ്രാദേശിക സ്പോൺസറുടെ സഹായമില്ലാതെ തന്നെ ഇനി മുതൽ വിസയും താമസ പെർമിറ്റും ലഭിക്കും. രാജ്യത്തെ നിക്ഷേപ സൗഹൃദ അന്തരീക്ഷം കൂടുതൽ മെച്ചപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് പുതിയ നീക്കം. പോലീസ് ആൻഡ് കസ്റ്റംസ് ഇൻസ്പെക്ടർ ജനറൽ ലഫ്റ്റനന്റ് ജനറൽ ഹസൻ ബിൻ മൊഹസീൻ അൽ ഷുറൈഖിയാണ് ഔദ്യോഗിക ഗസറ്റിലൂടെ പുതിയ മാറ്റങ്ങൾ പ്രഖ്യാപിച്ചത്. നിർമ്മാണത്തിനായി അനുവദിച്ച ഭൂമിയോ രജിസ്ട്രേഷൻ നടപടികൾ പുരോഗമിക്കുന്ന റിയൽ എസ്റ്റേറ്റ് യൂണിറ്റുകളോ വാങ്ങുന്ന വിദേശികൾക്ക് ബന്ധപ്പെട്ട അധികാര സ്ഥാപനത്തിന്റെ സർട്ടിഫിക്കേഷൻ അടിസ്ഥാനമാക്കി സ്പോൺസർ ഇല്ലാതെ വിസയ്ക്കും റെസിഡൻസിക്കും അപേക്ഷിക്കാം. യോഗ്യരായ സ്വത്തുടമകളുടെ പങ്കാളികൾക്കും അടുത്ത ബന്ധുക്കൾക്കും ഈ പുതിയ വ്യവസ്ഥയുടെ ആനുകൂല്യം ലഭിക്കും. കൂടാതെ ഒമാനിൽ ഭൂമിയോ റിയൽ എസ്റ്റേറ്റ് യൂണിറ്റുകളോ സ്വന്തമായിട്ടുള്ള കമ്പനികളുടെ നിയമപരമായ പ്രതിനിധികൾക്കും സ്പോൺസർ ഇല്ലാതെ വിസകൾ നൽകും. 6 മാസം മുതൽ 1 വർഷം വരെയുള്ള കാലയളവിലേക്കാണ് ഈ വിസകൾ അനുവദിക്കുന്നത്. സമാനമായ കാലയളവിലേക്ക് ഇവ പുതുക്കാനും സാധിക്കും. ഈ വിസയുള്ളവർക്ക് ഓരോ സന്ദർശനത്തിനും 3 മാസം വരെ ഒമാനിൽ തങ്ങാൻ അനുമതി ഉണ്ടായിരിക്കും. നടപടിക്രമങ്ങൾ കൂടുതൽ ലളിതമാക്കുന്നതിന്റെ ഭാഗമായി ഒമാൻ ഓണർ വിസയുമായി ബന്ധപ്പെട്ട നിയമങ്ങളിലും ഭേദഗതികൾ വരുത്തിയിട്ടുണ്ട്. ഇതിലൂടെ വിദേശ പ്രോപ്പർട്ടി ഉടമകൾക്കും കമ്പനി പ്രതിനിധികൾക്കും സ്പോൺസർഷിപ്പ് ഇല്ലാതെ തന്നെ ബന്ധപ്പെട്ട അതോറിറ്റി വഴി നേരിട്ട് വിസ നേടാൻ കഴിയും. GCC പൗരന്മാർ, ലൈസൻസ് ഉള്ള വിദേശ നിക്ഷേപകർ, റിയൽ എസ്റ്റേറ്റ് യൂണിറ്റുകളുടെ വിദേശ ഉടമകൾ, സർക്കാർ സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യുന്ന വിദേശ ജീവനക്കാർ എന്നിവർക്ക് ഇനി മുതൽ സ്പോൺസർമാരായി പ്രവർത്തിക്കാൻ അർഹതയുണ്ടായിരിക്കും. അതേസമയം നിയമപരമായ ഏതെങ്കിലും ഇടപാടിലൂടെ റിയൽ എസ്റ്റേറ്റ് യൂണിറ്റ് വിൽക്കുകയോ കൈമാറ്റം ചെയ്യുകയോ ചെയ്താൽ താമസരേഖ റദ്ദാക്കപ്പെടും. വിദേശ ഉടമയുടെ, കമ്പനി പ്രതിനിധിയുടെയോ അവർക്കൊപ്പമുള്ള മുഴുവൻ കുടുംബാംഗങ്ങളുടെയോ റെസിഡൻസി പെർമിറ്റുകൾ ഇതിലൂടെ സ്വയമേവ റദ്ദാക്കുന്നതാണെന്നും പുതിയ നിയമത്തിൽ വ്യക്തമാക്കുന്നു. ന്യൂസ് ഡെസ്ക്, മൈഫിൻ TV. UAE തൊഴിൽ വിപണി കീഴടക്കി AI. സാധാരണ ജോലികൾ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഏറ്റെടുത്തതോടെ ബിരുദധാരികൾക്ക് കടുത്ത വെല്ലുവിളി. സാധാരണ ജോലികൾ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഏറ്റെടുത്തതോടെ ബിരുദധാരികൾ ബുദ്ധിമുട്ടിലായിരിക്കുകയാണ്. എൻട്രി ലെവൽ തസ്തികകളിൽ പോലും പ്രായോഗിക പരിചയവും യഥാർത്ഥ കഴിവുകളും ഉള്ളവരെ മാത്രമാണ് തൊഴിലുടമകൾ ഇപ്പോൾ പരിഗണിക്കുന്നത്. പ്രമുഖ തൊഴിൽ പ്ലാറ്റ്ഫോമായ ഇൻഡീഡ് പുറത്തുവിട്ട ഏറ്റവും പുതിയ റിപ്പോർട്ടിലാണ് UAE തൊഴിൽ വിപണിയിലെ ഈ വലിയ മാറ്റം വ്യക്തമാക്കുന്നത്. ഡാറ്റ പ്രോസസ്സിംഗ്, ബേസിക് റിപ്പോർട്ടിംഗ്, അഡ്മിൻ ജോലികൾ തുടങ്ങിയവ AI സാങ്കേതിക വിദ്യയിലേക്ക് മാറിയതാണ് പ്രധാന കാരണം. ഇതുകാരണം ബിരുദധാരികൾക്ക് തുടക്കത്തിൽ പരിചയം നേടാൻ സഹായിച്ചിരുന്ന പരമ്പരാഗത ജൂനിയർ തസ്തികകൾ വിപണിയിൽ നിന്നും വലിയ തോതിൽ കുറയുകയാണ്. പരിശീലനത്തിലുള്ള ചെലവുകളും സമയവും കുറച്ച് ജോലിയിൽ പ്രവേശിക്കുന്ന ആദ്യ ദിവസം മുതൽ കമ്പനിക്ക് ലാഭമുണ്ടാക്കാൻ കഴിയുന്ന ഉദ്യോഗാർത്ഥികളെയാണ് തൊഴിലുടമകൾ ഇപ്പോൾ തിരയുന്നത്. ഇന്റേൺഷിപ്പുകൾ, ലൈവ് പ്രൊജക്ടുകൾ, ഫ്രീലാൻസ് ജോലികൾ എന്നിവയിലൂടെ കഴിവ് തെളിയിച്ചവർക്ക് മാത്രമേ ഇനി മുൻഗണന ലഭിക്കൂ. വെറും അക്കാദമിക് സർട്ടിഫിക്കറ്റുകൾക്കോ ഉയർന്ന മാർക്കിനോ മാത്രം ഇനി UAEയിൽ വിലയുണ്ടാകില്ലെന്ന് പ്രമുഖ കമ്പനികളിലെ റിക്രൂട്ട്മെന്റ് മാനേജർമാർ വ്യക്തമാക്കുന്നു. ന്യൂസ് ഡെസ്ക്, മൈഫിൻ TV. എബോള ഭീതി പടരുന്നു. ഒമാനിലേക്ക് വരുന്നവർക്ക് സിവിൽ ഏവിയേഷൻ അതോറിറ്റി പുതിയ നിബന്ധനകൾ പുറത്തിറക്കി. എബോള പ്രതിരോധത്തിന്റെ ഭാഗമായി ഒമാൻ സിവിൽ ഏവിയേഷൻ അതോറിറ്റി പുതിയ നിബന്ധനകൾ പുറപ്പെടുവിച്ചു. ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ഓഫ് കോങ്കോ, ഉഗാണ്ട എന്നീ ആഫ്രിക്കൻ രാജ്യങ്ങളിൽ നിന്ന് ഒമാനിലെത്തുന്ന യാത്രക്കാർക്ക് ഹെൽത്ത് ഡിക്ലറേഷൻ ഫോം നിർബന്ധമാക്കി. കോങ്കോ, ഉഗാണ്ട എന്നീ രാജ്യങ്ങളിലെ പൗരന്മാർക്കും ഈ 2 രാജ്യങ്ങളിൽ നിന്ന് നേരിട്ടോ അല്ലാതെയോ ഒമാനിലെത്തുന്ന മറ്റ് യാത്രക്കാർക്കും ഒമാനിലെത്തുന്നതിന് മുൻപുള്ള 21 ദിവസങ്ങൾക്കുള്ളിൽ ഈ രാജ്യങ്ങൾ സന്ദർശിച്ചിട്ടുള്ളവർക്കുമാണ് ഈ നിബന്ധന ബാധകമാകുന്നത്. QR കോഡ് വഴി വിവരങ്ങൾ സമർപ്പിക്കണം. നിയമം ബാധകമായ യാത്രക്കാർ ഒമാനിലേക്ക് പ്രവേശിക്കുന്നതിന് മുൻപായി ഇതിനായി നിശ്ചയിച്ചിട്ടുള്ള പ്രത്യേക QR കോഡ് സ്കാൻ ചെയ്ത് ഇലക്ട്രോണിക് ഹെൽത്ത് സെൽഫ് ഡിക്ലറേഷൻ ഫോം പൂർത്തിയാക്കേണ്ടതാണ്. കോങ്കോയിലും ഉഗാണ്ടയിലും എബോള രോഗബാധ തുടർച്ചയായി പടരുന്നതായും സംശയാസ്പദമായ കേസുകൾ വർദ്ധിക്കുന്നതായും ലോകാരോഗ്യ സംഘടന റിപ്പോർട്ട് ചെയ്തിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഒമാൻ ആരോഗ്യ മന്ത്രാലയവുമായും മെഡിക്കൽ റെസ്പോൺസ് സെക്ടറുമായും ഏകോപിപ്പിച്ച് സിവിൽ ഏവിയേഷൻ അതോറിറ്റി ഈ മുൻകരുതൽ നടപടി സ്വീകരിച്ചത്. രാജ്യത്തെ പ്രവേശന കവാടങ്ങളിൽ പ്രതിരോധ നടപടികൾ ശക്തമാക്കുന്നതിന്റെ ഭാഗമായാണ് തീരുമാനം. ഒമാനിലേക്ക് സർവീസ് നടത്തുന്ന എല്ലാ എയർലൈൻ കമ്പനികളും യാത്രക്കാരും ഈ നിർദ്ദേശങ്ങൾ കർശനമായി പാലിക്കണമെന്ന് സിവിൽ ഏവിയേഷൻ അതോറിറ്റി അഭ്യർത്ഥിച്ചു. ന്യൂസ് ഡെസ്ക്, മൈഫിൻ TV. എളുപ്പത്തിൽ സമ്പാദ്യം വളർത്താം. ഇന്ന് തന്നെ മൈഫിൻ TV ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ.